ഇന്നലെ രാത്രി ലൈവിൽ എന്താണ് ശരിക്കും നടന്നത്? ബിഗ് ബോസ് ടാസ്ക് വരെ റദ്ദാക്കി വിട്ടു. രാത്രി 1-1:30 മണി വരെ ഇവരൊക്കെ ഉറങ്ങാതിരുന്നു. എന്തൊക്കെയാണ് ഈ രാത്രിയിൽ സംഭവിച്ചത്? ടാസ്കിനെ താൽക്കാലികമായിട്ട് റദ്ദാക്കി. ഇനി വേണ്ട, ഇനി ഞാൻ പറഞ്ഞിട്ട് തുടങ്ങിയാൽ മതി, ദയവ് കരുതി ഒന്നാമത്തെ ദിവസമായിട്ട് ഇവിടെ കിടന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്നുള്ള ലെവലിലായിരുന്നു കാര്യങ്ങളൊക്കെ. ബിഗ് ബോസ് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടി ഉണ്ടാക്കാൻ പ്ലാൻ ഇട്ട് അല്ലെ ഓരോന്നിട്ട് കൊടുത്തിട്ട് അവസാനം വിനയായിപ്പോയി. ബിഗ് ബോസ് എന്നെ നിർത്തിയും വെച്ചു. ഇന്ന് രാവിലെ ഇവിടെ ഞാനാണ് ചർച്ചാ വിഷയം. ട്രോളലും അതുപോലെ തന്നെ സപ്പോർട്ടും എല്ലാം ഉണ്ട്. എല്ലാവർക്കും നന്ദിയും ഉണ്ട്. എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇന്നലെ രാത്രി 12 മണി മുതൽ മോർണിംഗ് 8:30 വരെയുള്ള ലൈവാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ലൈവ് അപ്ഡേറ്റ്സ് വരെയാണ് വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ റിവ്യൂ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. അതിന് മുന്നേയുള്ള ഞാൻ കണ്ടില്ല. എല്ലാവരും കൂടി ഈ പറയുന്ന നമ്മുടെ ഈ ബാൻഡ് പിടിച്ചു പറിക്കുന്നതിൻ്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇന്നലെ പ്രൊമോയിൽ കണ്ട പോലെ സെയിം വഴക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുന്നു, ഓടുന്നു, ആരനോടി ബാത്റൂമിൽ കയറുന്നു. അതിൻ്റെ പിറകെ ഈ പറയുന്ന ആദില നസ്രീനും പോകുന്നു. ആദിലയും ആര്യനായിട്ട് സംസാരിക്കുന്നു. എടാ പേടിത്തൂറ, അപ്പം ഞാൻ തൂറാൻ തന്നെ അതിനകത്ത് കയറിയത് എന്നും പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ആര്യനും. അങ്ങനെ ഒരു ഫൺ എലമെന്റ് ഇന്നലെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. മറുഭാഗത്ത് എല്ലാവരും ഓട്ടിച്ചിട്ടുള്ള പരിപാടിയാണ്. അനീഷാണ് ലൈവിലും താരം. ഇന്നലെ രാത്രി കട്ടിലിന്റെ പേരിലും നിങ്ങൾ ഈ കട്ടിലാണോ, അപ്പോൾ ഞാനിവിടെ കിടക്കും, എനിക്കല്ലേ അവിടെ തന്നിരുന്നത്. അനീഷ് നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ കുറച്ചൊരു പൊടിക്ക് കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയൻസ് ആണ് അനീഷെ, ഒന്നും പറയാൻ പറ്റൂല. കാണിക്കുന്ന ഇപ്പൊ കൊള്ളാം, കണ്ടന്റ് ഉണ്ട്. അനീഷ് ആ വീട്ടിലില്ലെങ്കിൽ ഇപ്പൊ സംസാരിക്കാൻ ടോപ്പിക് ഒന്നുമില്ല, എല്ലാം ശരിയാ. പക്ഷെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിലൂടെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു സാധനവും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി വരുന്നതും ഡിഫറെന്റാ. ഇപ്പം ഈവൻ അനീഷ് ഇപ്പൊ ജെനുവിനാണോ ഫേക്ക് ആണോ ഒന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഫുൾ അച്ചടി ഭാഷയും, അച്ചടി ഭാഷയുടെ കൊടുമുടി മീൻസ് എന്താ ഇവിടെ, അല്ല ചേച്ചി കലാഭവൻ സരിക വൺസ് അഗെയിൻ താങ്ക് യു. അപ്പൊ ഞാൻ ഇതെന്തുവാടേ, വീണ്ടും കുറച്ച് കഴിയുന്നേ കലാഭവൻ സരിക വൺസ് അഗെയിൻ താങ്ക് യു. ഞാനിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. മോർണിംഗ് ആയി. എല്ലാവരും രാവിലെ ഒരു 8 മണിയൊക്കെ അടുപ്പിച്ചാണ് എഴുന്നേറ്റ് തുടങ്ങുന്നത്. ഒണിയൽ, സാബു, അഭിലാഷ്, അതായത് നമ്മുടെ അഭിശ്രീ, പിന്നെ മുൻഷി രഞ്ജിത്ത്, ഒരു 3 പേരുടെ സോഫയിൽ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോഴാണ് പ്രഡിക്ഷൻ ലിസ്റ്റിന്റെ കാര്യമൊക്കെ ചർച്ചയിൽ വരുന്നത്. പ്രഡിക്ഷൻ ലിസ്റ്റിനകത്ത് അപ്പൊ മുൻഷി രഞ്ജിത്താണ് എന്നെ ട്രോളുന്നത്. അയ്യോ, ബാക്കിയുള്ളവരുടെ കാര്യം പിന്നെ കുഴപ്പമില്ല. മുൻഷി രഞ്ജിത്ത് ഇങ്ങനെ ഇവര് പേര് പറയാൻ പറ്റത്തില്ലല്ലോ, പുറത്തുള്ള ആൾക്കാരുടെ പേര് പറയാം. അപ്പൊ ഇങ്ങനെ 2 പേരുണ്ട്, ഒരു പെണ്ണും ഉണ്ട്, ഒരു ചെറുക്കനും ഉണ്ട് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. എന്നിട്ട് മുൻഷി പറയുന്നത് ഇങ്ങനെ ആകുമ്പോൾ രാവിലെ ഇങ്ങനെ തുടങ്ങും. കാരണം നമ്മൾ എൻ്റെ കയ്യിലെ ആക്ഷൻ ആയിരിക്കും പറയുന്നത്. ഇങ്ങനെ തന്നെ അങ്ങ് തുടങ്ങും. അപ്പോഴത്തേക്കും അഭിശ്രീ, എൻ്റെ പൊന്നെ പ്രഡിക്ഷൻ ലിസ്റ്റ് ഒന്നും അല്ല, ഇവരുടെ ഇടയിൽ വഴക്കായി, അതാണ് പേര് പറയാം. അപ്പൊ ഒണിയൽ സാബു വേണ്ട പറയണ്ട. പക്ഷെ എൻ്റെ പേരൊക്കെ ആദ്യം എങ്ങനെയാ പറഞ്ഞത്, ഞാൻ ഞെട്ടിപ്പോയെന്നേ. ശരിക്കും എൻ്റെ പേര് പറഞ്ഞപ്പോഴത്തേക്കും എനിക്കിഷ്ടവാ, ഇങ്ങനെ ഒണിയൽ സാബു എനിക്കിഷ്ടവാ. അപ്പോഴത്തേക്കും അഭിശ്രീ എനിക്കും ചെറുക്കൻ 2 പേരും കൊള്ളാം കേട്ടോ, 2 പേരും കൊള്ളാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ റിവ്യൂവേഴ്സിന് പുറത്തെന്തോ പ്രശ്നം ഉണ്ടായിക്കോട്ടെ, നമ്മൾ പല വിഷയങ്ങളും ഈ പറയുന്ന യൂട്യൂബിൽ ഉണ്ടായിക്കോട്ടെ, എന്തായാലും നമ്മളെ റിവ്യൂവേഴ്സിന്റെ ചർച്ച അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പം ഞാനെന്നല്ല, ആരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സന്തോഷം. അവർക്കും ഈ പറഞ്ഞ പോലെ എനിക്കും ഒക്കെ ഉള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ ഭയങ്കര പ്രൗഡ് തോന്നുന്നു. സീരിയസ്ലി ഭയങ്കര പ്രൗഡ് തോന്നുന്നു. നിങ്ങളടുത്താണ് ഇതിനൊക്കെ നന്ദി പറയാനുള്ളത്. കാരണം നിങ്ങളും കൂടിയാണ് ഇതിന് കൂടെ വരുന്നത്. അപ്പം ആ പ്രഡിക്ഷൻ ലിസ്റ്റിനെ കുറിച്ചുള്ള ചർച്ച ഈ മുൻഷി രഞ്ജിത്ത് പറയാണ്. അവൻ പറയും ഓരോരുത്തരുടെ പേര് കാണിച്ചിട്ട് നമുക്ക് ഇവളെ മാറ്റി വെക്കാം, ഇവരെ നീക്കി വെക്കാം, അവിടെ ഇരുന്നോട്ടെ, ഇവിടെ ഇരുന്നോട്ടെ, എന്നിട്ട് 100%, 80%, 60% ഇതിങ്ങനെ വന്നോണ്ടേ ഇരിക്കും എന്നാണ് മുൻഷി പറയുന്നത്. അപ്പോഴത്തേക്കുമാണ് ഈ പറയുന്ന ഒനിയൽ പറഞ്ഞത് എൻ്റെ പേരൊക്കെ വന്നായിരുന്നു മുൻഷി, എൻ്റെ പേരൊക്കെ ഒരാഴ്ച മുന്നെയാണ് വന്നത്. ഓ അങ്ങനെയാണല്ലേ. അപ്പൊ അഭിശ്രീ എൻ്റെ പേരും പക്ഷെ കുഴപ്പമില്ല കേട്ടോ, 2 പേരും കൊള്ളാം, ഞാൻ കാണും, മാത്രമല്ല അങ്ങനെ ആ ഒരു ടോപ്പിക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരും എഴുന്നേറ്റ് തുടങ്ങുന്നില്ല, രാത്രി ലേറ്റ് ആയിട്ടല്ലേ കിടന്നത്. അപ്പോൾ രേണുസുധിയുടെ സ്പെഷ്യൽ കണ്ടന്റ് ആണ് എല്ലാവരും നോക്കിയിരിക്കുന്നത്. രേണുസുധി ഇന്നലെ രാത്രി വേറെ ഒന്നും ഉണ്ടായില്ല. എനിക്ക് എൻ്റെ പല്ലൊക്കെ ഒന്ന് ഇളക്കണം, ബിഗ് ബോസ് കഴിഞ്ഞിട്ട് എൻ്റെ പല്ല് ഞാൻ പോയൊന്ന് ഇളക്കും കേട്ടോ, ഇവിടെ എന്തോ ഒരു ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷാരികയും രേണുസുധിയായിട്ട് ഭയങ്കര കമ്പനിയാണ്, എല്ലാവരും ഭയങ്കര ചങ്ക്. പക്ഷെ വഴക്കെന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേയും പറക്കുകയും കൂടെയൊക്കെ ചെയ്യുമെങ്കിലും ഭയങ്കര എന്താ പറയാ, ഒരു ഇന്റിമസി ഇവർക്കിടയിൽ ഉള്ള പോലെ എനിക്ക് തോന്നുന്നു. ഓണവില്ലായി മാറുമോ എന്നുള്ളത് കണ്ടറിയാം. നിലവിലിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. ഒനിയലും അഭിശ്രീയും ഈ പറയുന്ന നമ്മുടെ
രഞ്ജിത്തും കൂടെ വീണ്ടും പോയി കിടന്ന് ഉറങ്ങി. ലൈവ് കണ്ടവര് സത്യം പറഞ്ഞാൽ ഫോണൊക്കെ സൗണ്ട് കുറച്ച് വെച്ചായിരിക്കണം. അമ്മാതിരി ഗൂർക്കമ്പലി, സത്യം കൂർക്കമ്പലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവി മുളക്കുന്നത്. ഞാൻ സൗണ്ട് കുറച്ച് വെച്ചാ കണ്ടത്. ഞാൻ ഇന്നലെ ഇവരെല്ലാരും കിടന്ന് ഉറങ്ങിയതിന് ശേഷമാണ് പോയി ഉറങ്ങിയത്. അനീഷാണ് കണ്ടന്റ്, ഇപ്പൊ നിലവിലെ കണ്ടന്റ് നിൽക്കുന്ന അനീഷാണ്. അനീഷിനെ ചുറ്റിപ്പറ്റിയാണ് കാര്യങ്ങൾ വന്നത്. കാരണം വേറൊന്നുമല്ല മക്കളെ, അനീഷില്ലേ ഇപ്പം എല്ലാവരുടെ അടുത്തും പോയി ഒരു സാധനം മീൻസ് ഐ എം നോട്ട് ലൈക്ക് എ സെലിബ്രിറ്റി ബട്ട് ഐ എം ഈക്വൽ ടു ഓൾ ഓഫ് യു, ആ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാണ്. പക്ഷെ ആ സാധനം ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അനീഷ് കാണിക്കുന്ന കുറേ സാധനം നെഗറ്റീവ് ആകും. മീൻസ് ഇന്നലെ അനുമോൾ ഇങ്ങനെ കയറി വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ജ്യൂസ് അടിക്കല്ലേ, ആരാ അപ്പോഴത്തേക്ക് അനുമോള്, എൻ്റെ പേര് അനുമോൾ, ഓ അനുമോളോ, അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആ സാധനങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അനുമോളെ ഇപ്പോൾ എല്ലാവർക്കും അറിയാന്നുള്ള ഒരു സെലിബ്രിറ്റിയാണ് അല്ലെ. അനുമോളെയൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. പ്രഡിക്ഷൻ ലിസ്റ്റ് ഒന്നും കാണാത്ത ഒരു കണ്ടസ്റ്റന്റും കാണത്തില്ല. എല്ലാവരും പ്രഡിക്ഷൻ ലിസ്റ്റ് കാണുന്നതാണ്, കൺഫേം ലിസ്റ്റ് കാണുന്നതാണ്. എല്ലാ ലിസ്റ്റുകളും എല്ലാ കണ്ടസ്റ്റൻസും കണ്ടുകൊണ്ട് തന്നെയാണ് പോകുന്നത്. നമ്മുടെ തെറ്റിദ്ധാരണ അവരൊന്നും കാണുന്നില്ല എന്നുള്ളത്. അപ്പം അനീഷ് അവിടെ പോയി കാണിക്കുന്ന ചില സംഭവം കാണുമ്പോൾ ഓക്കെ, നമ്മൾ സെലിബ്രിറ്റികളെ പോലെ തുല്യമാണ് എന്നൊരു സാധനം ബിഗ് ബോസ് വീട്ടിൽ കൊണ്ടുവരാം. ദാറ്റ്സ് യുവർ കോൺഫിഡൻസ്. ബട്ട് എവിടെയൊക്കെയോ കുറച്ച് ഓവർ പോലെ എനിക്ക് തോന്നുന്നില്ല എന്നൊരു സംശയം. നമുക്ക് നോക്കാം. ലൈവാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത അപ്ഡേറ്റും വിശേഷമായിട്ട് ഞാൻ വരാം. ഓരോ 1.5 മണിക്കൂർ കൂടുമ്പോഴാണ് ഞാൻ ലൈവ് അപ്ഡേറ്റ് ഇടാമെന്ന് വിചാരിക്കുന്നത്. ലൈവ് അപ്ഡേറ്റ് ഗെയിം അല്ല, ലൈവിൽ നടക്കുന്ന സംഭവങ്ങൾ ലൈവ് കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുന്നതാണ്. ഓക്കെ, ജോലിയുള്ളവരുണ്ടാവും, തിരക്കുള്ളവരുണ്ടാവും, സ്കൂളിൽ പോകുന്ന ചിലപ്പോൾ കുട്ടികളുണ്ടാവും. അപ്പം അവർക്കൊന്നും ലൈവ് കാണാൻ പറ്റണമെന്നില്ല. ലൈവ് കാണാൻ പറ്റുന്നുള്ളവർ ലൈവ് കാണുക. ലൈവ് കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നിയോ എന്നുള്ള കാര്യം നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അപ്ഡേറ്റ് ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.